സഹിഷ്ണുതയുള്ള തഖ്വയുള്ള ഒരു മകനെ അല്ലാഹു കൊടുത്തു. പക്ഷെ ശ്രദ്ധിക്കണേ, ഈ മകൻ ആരാണ്? പ്രവാചകനാണ്. അതാ ചിന്തിക്കേണ്ടത്. കുട്ടിയെ കൊടുത്തു എന്ന് മാത്രമല്ല, ആ കുട്ടി എന്താക്കി? പ്രവാചകനാക്കി. ഇതേ ഇബ്രാഹിം നബിയുടെ മറ്റൊരു മകനാണ് ആര്? രണ്ടാമത്തെ മകനാണ് സയ്യിദുന ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ആ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയെ നേരത്തെ വിശദീകരിച്ചത് മുഴുവൻ പ്രവാചകമാണ്. ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, അങ്ങനെ പോവാണ് പരമ്പര. ഒക്കെ മക്കളെ കൊടുത്തു എന്ന് മാത്രമല്ല, മക്കളുടെ പരമ്പരകൾ മുഴുവനും സാലിഹീങ്ങൾ. സാലിഹീങ്ങൾ എന്നല്ല, ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ട വ്യക്തികളായി അല്ലാഹു അവരെ നിയമിച്ചു, പ്രവാചകന്മാരാക്കി. വാപ്പാടെ ദുആ ഇത് പോയിട്ട് അതാണ് മക്കളെ കൊടുത്ത് ഹൽക്കിന് പിടിച്ച് നിൽക്കുന്ന സൈസ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതല്ലേ ഇന്നത്തെ അവസ്ഥ? അതുകൊണ്ട് കുട്ടികളെ താന്ന് ദ്വാരക്കല്ല വേണ്ടത്. സാലിഹായ സന്താനത്തെ അല്ലാഹ് അങ്ങനെ തന്നെ ദ്വാരക്കും. എത്ര കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ദ്വാരക്കും. അതാ ഇബ്രാഹിം നബിയുടെ ഇതൊക്കെ ഖുർആൻ പറഞ്ഞ എന്തിനാ? നമ്മൾ അങ്ങനെ ദുആ ചെയ്ത് പഠിക്കാനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഗർഭം അല്ലാഹു നൽകി സ്ത്രീകൾക്ക്, അങ്ങനെ നൽകപ്പെട്ടാലും ദുആരക്കണം, പടച്ചവനെ സ്വാലിഹായ കുട്ടിയെത്താൻ. കാരണം ഇത് പ്രസവിച്ച് കിട്ടൽ വലിയ കാര്യമാണ്. ചിലപ്പോൾ 4 മാസം 5 മാസം ഒക്കെ അലസിപ്പോകാം. അല്ലാഹു കാക്കത്ത് സംരക്ഷിക്കട്ടെ. എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. റബ്ബ് വിചാരിക്കട്ടെ, കുട്ടിയെ കിട്ടൽ മാത്രമല്ല, ഈ കുട്ടി നമുക്ക് സ്വാലിഹായി കിട്ടണം, നമുക്ക് സ്വാലിഹായി കിട്ടണം, നന്നാവണം അവൻ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം, ശ്രദ്ധിക്കണേ, മറ്റൊരു പ്രവാചകനാണ് ആര്? സയ്യിദുന സക്കരിയ നബി അലൈഹിസ്സലാം. മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ്. മക്കളില്ല അദ്ദേഹത്തിന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഉറക്കെ പറഞ്ഞേ റളിയല്ലാഹു അൻഹ, മഹദി അവരുടെ ചരിത്രം. മറിയം ബീവിയുടെ ഉമ്മയുടെ പേരാണെന്ത്? ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. വാപ്പയുടെ പേരാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ, പഠിച്ചു. എന്താണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു, ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. ആരുടെ വാപ്പായും ഉമ്മയുമാണ്? ആരുടെ വാപ്പായും? മറിയം ബീവിയുടെ. ഉമ്മാരെന്തോ കാര്യമായിട്ട് കഴിക്കാൻ എന്തുവാണ് കഴിക്കുന്നത്? ശ്രദ്ധിക്കുക, അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ വാപ്പയും ഉമ്മയും ഹന്നത്ത് ബീവിയും ഇമ്രാൻ റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചിട്ടില്ലേ? ഫാത്തിഹ, അൽ ബഖറ, 3-ാമത്തെ സൂറത്ത്, ആലി ഇമ്രാൻ. മാഷാ അല്ലാഹ്. അവന്റെ പേരെന്താ? ആരാ പറഞ്ഞത്? പേര് പറഞ്ഞു. ഇഹ്സാൻ. അല്ലാഹു മുഹ്സിനീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. നല്ല ശ്രദ്ധിക്കണം. ആലി ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഈ വാപ്പാടെ പേരിലേക്ക് ചേർത്തിട്ടാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. അതാണ് ആലി ഇമ്രാൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സൂറത്തിൽ തന്നെ അവരുടെ ചരിത്രം പറയുന്നുണ്ട്. 2 ആയത്തോതാ. എന്തിനാ ഇത് പറയുന്നത്? സാലിഹായ കുട്ടിക്ക് വേണ്ടിയുള്ള ഉദാഹരണം പറയാണ്. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഞാനിത് പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇത് ബേസിക്കാണ്. ഇത് മനസ്സിലാക്കി പോയാൽ നമുക്ക് ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് ഖുർആൻ വെച്ചുകൊണ്ട് തന്നെ പറയുന്നത്. നീട്ടുന്നില്ല, വേഗം നിർത്തും. ഇതാ കേട്ടോ, ഈ ചരിത്രം കേട്ടോ. ഖുർആനിലെ ചരിത്രം നല്ലതുപോലെ പഠിക്കണം നമ്മൾ. ഇന്നത്തെ ഉമ്മത്ത് അത് പഠിക്കാതെ പോയി. ഖുർആനിൽ 90% ചരിത്രങ്ങളാണ്. 100-ൽ 10% ഉള്ളൂ നിസ്കരിക്കൻ, നോമ്പ് പിടിക്കൻ, സക്കാത്ത് കൊടുക്കൻ, ഹജ്ജ് എന്ന് പറയുന്ന കൽപ്പന ക്രിയകൾ. കള്ളു കുടിക്കരുത്, വിചാരത്തിലേക്ക് അടുക്കരുത് തുടങ്ങിയ നിരോധന ക്രിയകളുമൊക്കെ ഉള്ളത് 10%. ബാക്കി 90% എന്താണ്? ഖുർആനിൽ ചരിത്രമാണ്. ആർക്കെങ്കിലും അറിയാവോ ഈ ചരിത്രം? അറിയില്ല. പൂർണ്ണമായി പഠിച്ചവര് കുറവാണ്. അതാണ് ഈ പറയുന്നത്. ആ ഖുർആനിലൊരു ചരിത്രമാണ്, മനോഹരമായ ചരിത്രം. ഇതൊന്ന് കേട്ടോ. കേട്ടോ. إذا قالت امرأة عمران رب إني نذرت لك ما في بطني محررا فتقبل مني إنك أنت السميع العليم إنك أنت السميع العليم فتقبلها ربها
بقبول حسن وأنبتها نباتا حسنا وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله إن الله يرزق من يشاء بغير حساب. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തേക്കുള്ള കടന്നുവരവിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദസിന്റെ പരിസരമാണ് ചരിത്രത്തിന്റെ പശ്ചാത്തലം. ലോകത്തെ അതിശ്രേഷ്ഠമായ പള്ളികൾ 3 എണ്ണമാണ്. ഒന്ന് പരിശുദ്ധമായ കഅബ സ്ഥിതി ചെയ്യുന്നതായ മക്കയിലെ പള്ളിയായ മസ്ജിദുൽ ഹറാമാണ്. إن أول بيت وضع للناس للذي ببكة مباركا പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട കേരം ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകനിലൂടെ ഈ ലോകരെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പള്ളിയാണ് മദീന പള്ളി. പരിശുദ്ധമാക്കപ്പെട്ട പ്രവാചകന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യപ്പെട്ട പുണ്യമാക്കപ്പെട്ട പള്ളി. ആ പവിത്രമാക്കപ്പെട്ട മസ്ജിദുൻ നബവി രണ്ടാം സ്ഥാനമാണ്. മൂന്നാമത്തെ സ്ഥാനമാണ് പരിശുദ്ധമായ പലസ്തീൻ. യെരുസലേമിലുള്ള പവിത്രമാക്കപ്പെട്ട പലസ്തീൻ. ആ പലസ്തീനിൽ സ്ഥിതി ചെയ്യുന്നതാകുന്ന പുണ്യമാക്കപ്പെട്ടതായ പള്ളിയല്ലയോ ബൈത്തുൽ മഖ്ദസ്. ആ പവിത്രമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയുടെ പരിസരത്ത് താമസിച്ചിരുന്ന കുടുംബമാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. അദ്ദേഹത്തിന്റെ ഭാര്യയാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരിക്കെ മഹദി അവர்கள் നേർച്ച നേരുകയാണ്. തന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ബൈത്തുൽ മഖ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നിയത്ത് വെക്കുകയാണ്. ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ ഇൻഷാ അല്ലാഹ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മൂന്നാമത്തെ പള്ളിയായ ബൈത്തുൽ മഖ്ദസിന്റെ പരിപാലനത്തിന് ഈ കുട്ടിയെ ഞാൻ നേർച്ച നേരുകയാണ്. ഖുർആൻ ആ സംഭവത്തെ വിശദീകരിക്കുകയാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ. قالت امرأة عمران رب إني نذرت لك ما في بطني محررا. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാനിതാ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സയിലേക്ക് ഈ പവിത്രമായ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, സേവനം ചെയ്യാൻ ഞാനിതാ ഒഴിഞ്ഞു വെക്കുന്ന റബ്ബേ നേർച്ച നേരുന്നു. അല്ലാഹ് ഫതഖബ്ബൽ മിന്നി, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ കേൾക്കുന്നവനും അറിവുള്ളവനുമാണല്ലോ റബ്ബേ. فلما وضعتها قالت رب إني وضعتها أنثى. പക്ഷേ മഹദി അവர்கள் പ്രസവിച്ചപ്പോൾ ആണാകുമെന്ന് കരുതിയാണ് നേർച്ച നേർന്നത്. കുട്ടി പക്ഷേ പെണ്ണായി പോയി. മഹദി അവர்கள் പറഞ്ഞു റബ്ബേ ഇന്നി വദഅതുഹാ ഉൻസാ, ഞാൻ പ്രസവിച്ചത് പെണ്ണിനെ ആണല്ലോ. ആണല്ലേ പള്ളിയുമായി ബന്ധപ്പെടേണ്ടത്, പള്ളിയുടെ പരിപാലനത്തിന് ആണല്ലേ വേണ്ടത്. ഞാൻ ആണാകുമെന്ന് കരുതിയാണ് നേർച്ച നേർന്നത്. പക്ഷേ ഇതാ പ്രസവിക്കപ്പെട്ടപ്പോൾ പെണ്ണായി പോയിട്ടുണ്ട്. പക്ഷെ ഞാനിതാ നേർച്ച വീട്ടുന്നു റബ്ബേ. ഫതഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. വ ഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ ഇവൾക്ക് പേര് വെക്കുന്നു മറിയം എന്ന പേര് വെക്കുകയാണ് അല്ലാഹ്. വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. മറിയം ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മാതാവാകുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ കയ്യിലെടുത്തുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഞാൻ ഇവളെ അല്ലാഹുവേ ശപിക്കപ്പെട്ടതാകുന്ന പിശാചിൽ നിന്ന് പരിപൂർണമായ കാവൽ തേടുന്നു അല്ലാഹ്.
അല്ലാഹുവേ നിന്നോട് ഞാൻ ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി കുട്ടിയെ കൈവശം വെച്ച് ദുആ ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ. കയ്യിലെടുത്തിട്ട് ദുആ എടുക്കുക. അതാണ് കുട്ടി ജനിച്ചാൽ വലത് കാതിൽ ബാങ്കും ഇടത് കാതിൽ കാമത്തും കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത്ത് കൂടി ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെയാണ്. ഏതായത്ത്? വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനി അർറജീം. ഇവളെയും ഇവളുടെ പരമ്പരകളെയും മക്കളെയും അല്ലാഹുവേ ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് കാവൽ തേടുന്നു അല്ലാഹ്. ആരുടെ ദുആആണ്? ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ. ആരുടെ ഉമ്മയാണത്? മറിയം ബീവിയുടെ ഉമ്മയാണ്. അങ്ങനെയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തേക്ക് വരുന്നത്. ഈ സമയത്ത് അത് പഠിക്കൽ വളരെ ആവശ്യമാണ്. കാരണം എന്താ? ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയവും സന്ദർഭമാണ്. ന്യൂ ഇയർ ആഘോഷിക്കുന്നു, ക്രിസ്മസ്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഈസാ നബിയുടെ ഉമ്മാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. പഠിക്കണ്ടേ? കേട്ടോ നിങ്ങൾ? ഇന്നത്തെ ദിവസം വയലാണ്, ശരിക്കും ശ്രദ്ധിച്ചു. അല്ലാഹു നാഫിയ ഇൽമ നൽകട്ടെ. അല്ലാഹു നാഫിയ ഇൽമ നൽകട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിക്കപ്പെട്ടു. മഹദി അവറുകളെ ബൈത്തുൽ മഖ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി നിയത്ത് ചെയ്തതാണ്. നേർച്ച നേർന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ബൈത്തുൽ മഖ്ദസിലേക്ക് നേർച്ച നേർന്നപ്പോ ആ പള്ളിയുടേതാകുന്ന ഭരണകർത്താക്കളും അന്നുള്ള പരിപാലക സമിതി അംഗങ്ങളും നാട്ടിലുള്ളവരും എല്ലാവരും കൂടി കുട്ടിയുടെ വിഷയത്തിൽ ഞങ്ങൾ ചെലവ് കൊടുക്കാമെന്നുള്ള വഴക്കായി. ഓരോരുത്തരും വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചെലവ് കൊടുക്കും. അപ്പൊ വേറെ ആള് പറഞ്ഞ മറിയം ബീവിയുടെ കാര്യമാണ്, അത് നമ്മൾ നോക്കും. അങ്ങനെ ചുരുക്കം പറഞ്ഞ ആകെ നാട്ടിലെല്ലാവരും കൂടി വരിക ചെലവ് കൊടുക്കുക. ഇന്നെങ്ങാണായിരുന്നു റാഹത്തായിരുന്നു. കുറെ വീട്ടിൽ ചെലവ് കിട്ടിയായിരുന്നു. ആ മുത്തല്ലിങ്ങൾക്ക് ചെലവ് കൊടുക്കത്തില്ലേ നമ്മൾ? അപ്പോ ആരെ ഈ കുട്ടിക്ക് ചെലവ് കൊടുക്കാന്ന് പറയുമ്പോൾ ആജിയാക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോളാം ഉസ്താദേ എന്ന് പറയാറില്ലേ? എന്നതുപോലെ 10-30 പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഈ പെൺകുട്ടിയുടെ കാര്യം ഞങ്ങൾ ഏറ്റോളാം. ചെറിയ കുട്ടിയാണ്, പ്രസവിച്ചിട്ടുള്ളൂ. ഈ കുട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കാം. എല്ലാവരും പള്ളിയിലേക്ക് വന്നു. അപ്പോഴാണ് പള്ളിയിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചീഫ് ഇമാമാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം. നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. നമ്മുടെ വിഷയം എന്താ? മറിയം ബീവിയുടെ ചരിത്രം പറയലല്ല, സാലിഹാവുക എന്നുള്ള വിഷയം പറയലാണ്. സാലിഹായ കുട്ടി, അതാണ് നമ്മുടെ വിഷയം. അതിലേക്ക് വരികയാണ്. ഞാൻ വിഷയം ശരിക്കും ശ്രദ്ധിക്കണേ. സക്കരിയ നബി അലൈഹിസ്സലാം അവിടുത്തെ ചീഫ് ഇമാമാണ്, അവിടുത്തെ മസ്ജിദുൽ അഖ്സയിൽ. അദ്ദേഹം പറഞ്ഞു പിന്നെ കുട്ടിയുടെ കാര്യമാണോ? കുട്ടിക്ക് ചെലവ് കൊടുക്കാൻ ഞാനുണ്ട്. ഇവിടെ ഓൾറെഡി 30 പേര് ഇവിടെ ബഹളാണ്. അതിനിടയ്ക്ക് ഇമാമ വന്നിട്ട് പറയാണ് ഞാനും കൊടുത്തു. എന്താ അങ്ങനെ പറയാൻ കാരണം? സക്കരിയ നബി അലൈഹിസ്സലാമിന് കുട്ടിയുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയെ വിവാഹം ചെയ്തതാണ് ആര്? സക്കരിയ നബി അലൈഹിസ്സലാം. ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ ഭർത്താവാണ് ആര്? സക്കരിയ നബി അലൈഹിസ്സലാം. പഠിക്കുന്നുണ്ടോ ചരിത്രം? നിങ്ങളെ പഠിപ്പിച്ചു വിടുകയാണ്. ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ ചരിത്രം പിന്നീട് കേൾക്കേണ്ടി വരത്തില്ല. ആ രീതിയിൽ പതുക്കെ പറഞ്ഞു പോവാൻ കൂടെ ഇരുന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഒരു ബന്ധമുണ്ട്. അപ്പൊ ബന്ധമുള്ള ആൾ ഇമാമത്താകുമ്പോൾ അദ്ദേഹം കൂടുതൽ എന്താവും? കാരണം കുട്ടിയെ ഒന്നുകൂടെ ഇതാക്കണമല്ലോ. ആ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നോക്കാന്ന്. അങ്ങനെ 10-30 പേര് വന്നപ്പോ ഇസ്ലാമിലെ നിയമമാണ്, ഒന്നിലധികം ആളുകൾ വന്നാൽ പിന്നെ അവിടെ നറുക്കിടണം. ആ നറുക്കിടുന്നതിന്റെ തുടക്കം വന്നത് സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഈ സംഭവത്തോടു കൂടിയാണ്. അങ്ങനെ നിയമമാണ്. ലോകത്ത് ആദ്യമായി നറുക്കിടല് പരിപാടി. പേരെഴുതിയിടുന്നില്ല. സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞു എല്ലാവരുടെയും കയ്യിലുള്ള പേന എടുക്കാൻ പറഞ്ഞു. അന്ന് പേനയ്ക്ക് ഭയങ്കര പ്രസക്തിയാണ്. എല്ലാവരും പേന എടുത്തു. എല്ലാവരുടെയും പേന കൊണ്ടുവന്ന് നദിയിലേക്ക് എറിയാൻ പറഞ്ഞു. ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പോറ്റാം, അവരുടെ കഫാലത്ത് ഏറ്റെടുക്കാം. അപ്പൊ അള്ളാഹു തീരുമാനിക്കും. എല്ലാവരുടെയും പേന അങ്ങ് പോയാലോ? പിന്നെ കഴിഞ്ഞു. എന്തായാലും നോക്കാം. എല്ലാവരും പറഞ്ഞു അത് കൊള്ളാം, നല്ല പരിപാടി. നദിയുടെ തീരത്ത് 10-30 പേര്. ഇമാം ഹാസിൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം തഫ്സീർ ഹാസിൽ പറയുന്നത് 27
നല്ല വേറെ ചില തഫ്സീറുകൾ 30 ഉണ്ട്. അപ്പൊ കൂട്ടി പറഞ്ഞതാണ് 30ഓളം ആളുകൾ. എല്ലാവരും വന്നു. ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയ നബിയുണ്ട്. എല്ലാവരും പേന എടുത്ത് വെള്ളത്തിൽ ഇട്ടു. പ്ലാസ്റ്റിക് പേനയൊന്നും അല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ പൊങ്ങി തന്നെ അടക്കം കരയിലോട്ട് വരികയും ചെയ്യും. അതല്ല, എല്ലാവരുടെയും നല്ല കട്ടിയുള്ള പേനയാണ്, ഒരിക്കലും തിരിച്ചു വരാത്ത സൈസ്. പേന എടുത്ത് എല്ലാവരും പറഞ്ഞു. ആരുടെ പേനയാ തിരിച്ചു കയറി വന്നത്? സയ്യിദുനാ സക്കരിയ നബി അലൈഹിസ്സലാം. ബാക്കിയുള്ളവരൊക്കെ പേന പോയ വഴിയെ പോയി, വെള്ളത്തിലോട്ട് പോയി. സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പേരെ കരക്കടിച്ചു. അൽഹംദുലില്ലാഹ്, അദ്ദേഹം സന്തോഷിച്ചു. ഈ കുട്ടിയെ ഏറ്റെടുക്കേണ്ട ചുമതല ആർക്കാ? സക്കരിയ നബിക്ക്. പള്ളിയിലെ ഇമാം കൂടിയാണ് അദ്ദേഹം. പള്ളിയുടെ ഒരു സൈഡിൽ തന്നെ ആരും വരാത്ത രീതിക്ക് നല്ല ഒരു പർണശാല, ഇബാദത്തിന് വേണ്ടി ഒരു ചെറിയ കൂടാരം ഒരുക്കി മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി. സൂറത്തു മറിയം, ലോകത്തൊരു പെണ്ണിന്റെ പേരിലൊരു സൂക്തമുണ്ടെങ്കിൽ സൂറത്തു മറിയം റളിയല്ലാഹു അൻഹ, മഹദിവറുടെ പേരിൽ സൂക്തം. പെണ്ണിനെ പരിഗണിക്കുന്നില്ല എന്ന് ഇവിടെ പറയുന്നത്. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്ഥാനമില്ല. പക്ഷെ സ്ത്രീകളുടെ പേരിൽ ഒരു സൂക്തമുണ്ട്. അവർ പഠിക്കേണ്ട സൂക്തമാണ് സൂറത്തു മറിയം റളിയല്ലാഹു അൻഹ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറിയം ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഇബാദത്ത് എടുക്കാനുള്ള ഒരു കൂടാരം പണിത് കൊടുത്തു. മറിയം ബീബി റളിയല്ലാഹു അൻഹ അതിനുള്ളിൽ തന്നെ ഇബാദത്ത്. ഒരാളുമായി ഒരിടപഴകലുമില്ല. അവിടേക്ക് ഭക്ഷണമൊക്കെ ആയിട്ട് ചെല്ലുന്നത് ആരാ? സക്കരിയ നബി അലൈഹി സ്വലാം മാത്രം. വേറെ ആരും നോക്കാൻ പാടില്ല. അതിനാണ് അങ്ങനെ പ്രത്യേക സജ്ജീകരണം. ഒരാളെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ തന്നെ ഏറ്റെടുക്കണം. ഫുൾ ചെലവ് ഏറ്റെടുക്കുക. സക്കരിയ നബി പറഞ്ഞു നമ്മളെ ഏറ്റോളം. അങ്ങനെ കറക്റ്റായി ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം ചെല്ലും. ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ ആ റൂമിലേക്ക് ചെല്ലുമ്പോ ഞെട്ടിപ്പോയി. കാരണം ഖുർആൻ പറയാം, ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിശക്തമാകുന്ന ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രമുണ്ടാകുന്ന കായ്കനികൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദിവറുള്ള കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ ചൂടുള്ള കാലഘട്ടത്തിലേ അത് കായ്ക്കുള്ളൂ. അങ്ങനത്തെ ചില ഫലങ്ങൾ, കായ്കനികൾ, നല്ല പഴവർഗ്ഗങ്ങൾ നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മഹദിവറുകൾ ആ ഫ്രൂട്ട്സ് ഒക്കെ ഇരുന്ന് കഴിക്കുന്നതായി കാണാൻ. പറഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് കിട്ടിയതല്ല എന്ന് ഉറപ്പായി. ബഹുമാനപ്പെട്ടവർ, വേറൊരു മനുഷ്യൻ ആ റൂമിൽ കയറത്തുമില്ല. സക്കരിയ നബി അലൈഹി സ്വലാം അല്ലാതെ ഒരാൾ ഇവിടെ വന്നിട്ടുമില്ല, വരികയുമില്ല. നല്ല തണുപ്പുള്ള കാലഘട്ടത്തിൽ മാത്രം കിട്ടുന്ന കായ്കനികൾ ചൂടുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹം കയറി ചെല്ലുമ്പോഴും മഹദിവറുള്ള കൈകളുണ്ട്. തണുപ്പ് കാലഘട്ടങ്ങൾ മാത്രം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ഐറ്റം വേണോ, വൈകിട്ട് കുത്തുപൊറോട്ട വേണോ, റെഡിയാണ്. കിഴി പൊറോട്ട വേണോ, റെഡിയാണ്. കുഴിമന്തി വേണോ, ഒക്കെ ഉണ്ട് ഇവിടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഫുഡ് ഒരു കുഴപ്പമില്ല. ഫുഡുമായിട്ട് കയറി ചെല്ലുമ്പോഴൊക്കെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. ചിന്തിക്കണം, വളരെ ചിന്തിക്കേണ്ട. അത് മറിയം ബീവിയെ കുറിച്ച് പറയുമ്പോൾ വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു സ്ത്രീയാണ് റളിയല്ലാഹു അൻഹ. പരപുരുഷന്മാരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു വലിയ മഹൽ വ്യക്തിത്വമായിരുന്നു മറിയം ബീവി റളിയല്ലാഹു അൻഹ. എന്ന് പറഞ്ഞാൽ അത്ര സൂക്ഷ്മതയായിരുന്നു. മറ്റുള്ള പരപുരുഷന്മാരുടെ മുന്നിൽ പോയിരുന്ന് ചിണുങ്ങാനോ വർത്തമാനം പറയാനോ കൊഞ്ചിക്കൊഴയാനോ ഒന്നും പോയില്ല. അവർ ഭയങ്കര സൂക്ഷ്മത വെച്ച് പുലർത്തിയിരുന്നു. അതാണ് മറിയം ബീവിയെ മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് വ്യതിരക്തയാക്കിയത്, ഇത്ര ഉയർച്ചയിലേക്ക് എത്താൻ കാരണം. ഖുർആൻ പറയാ, ചരിത്രം കേട്ടോ നിങ്ങൾ. കുല്ലമാ സക്കരിയ അൽ മിഹ്റാബ് കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പണിത് കൊടുത്തതാകുന്ന റൂമിലേക്ക് എപ്പോൾ കടന്നു ചെന്നാലും കുല്ലമാ ഏത് സമയത്ത് കടന്നു ചെന്നാലും സക്കരിയ അലൈഹിൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഭക്ഷണമുണ്ടായിരുന്നു. അത് കഴിക്കുന്നതാകുന്ന മറിയം ബീവിയോട് അത്ഭുതം കൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അന്നാലകി ഹാദാ, മറിയമേ ഇതെവിടുന്നാണ് നിനക്ക് ലഭിച്ചത്? ഒന്ന് പറയുമോ മറിയമേ? അന്നാലകി ഹാദാ, ആരാണ് നിനക്കിത് കൊണ്ടുവന്നതെന്നത്? ഒരാൾ പോലും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. ഞാനല്ലാത്ത ഒരാളും ഇവിടേക്ക് കടന്നു വരികയുമില്ല. ഇനി അങ്ങനെ മനുഷ്യർ കൊണ്ടുവന്നാൽ തന്നെ
ഈ സമയത്ത് കിട്ടുന്ന കായ്കനികളല്ലേ കിട്ടുകയുള്ളൂ. ഇത് തണുപ്പിന്റെ സമയമാണ്. ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രമുണ്ടാകുന്ന ഫലവർഗ്ഗങ്ങൾ എങ്ങനെയാണ് നിന്റെ കൈവശം കിട്ടിയത്? ചൂടുള്ള കാലഘട്ടത്തിൽ ചെല്ലുമ്പോൾ തണുപ്പുള്ള കാലഘട്ടത്തിൽ മാത്രം ഉണ്ടാവാറുള്ള പഴവർഗ്ഗങ്ങൾ മഹദിയവറുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അത്ഭുതം കൂറിക്കൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, അന്നാലകി ഹാദാ, മോളെ നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? പറയുമോ പറയുമോ പറയുമോ? ഖുർആൻ വിശദീകരിക്കുകയാണ്. ഉടനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു തന്നതാണ്, ഇത് പടച്ചറബ് എനിക്ക് നൽകിയതാണ്, അഥവാ സ്വർഗീയമാകുന്ന പഴവർഗ്ഗങ്ങളാണ് എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഇത് പടച്ചറബ് എനിക്ക് നൽകിയതാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹ് എനിക്ക് നൽകിയതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ മറുപടി കൊടുത്തു. അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാമിന് ഒരു കാര്യം വ്യക്തമായി, ഇവിടെ ആരുടെ സാന്നിധ്യമുണ്ട്? മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. കാരണം മലക്കുകളല്ലാതെ ഇത് പടച്ചറബിന്റെ ഭാഗത്ത് നിന്ന് ഇതുകൊണ്ട് കൊടുക്കാൻ ഇവിടെ ഒരു മഖ്ലൂഖില്ല, ഒരു മനുഷ്യനും കൊണ്ട് കൊടുക്കൂല. അപ്പൊ മലക്കുകൾ ഇവിടെ പറന്നിറങ്ങുന്നുണ്ട്. ഈ റൂമിൽ ഇവിടെ ഇരിക്കുന്ന ഇബാദത്തെടുക്കുന്ന ഈ മഠത്തിനുള്ളിൽ ആരുടെ സാന്നിധ്യമുണ്ട്? മലക്കുണ്ട്. മലക്കാണ് ഇത് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്തിടുന്ന ആ സ്ഥലത്ത് അവിടെ വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ കൈ ഉയർത്തുകയാണ്. ആ സ്ഥലത്ത് വെച്ച്, കാരണം ഇത് ഇജാബത്തുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി, ഉത്തരം കിട്ടുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ കരമുയർത്തി. എന്തിന്? എന്തിനാ? സാലിഹായ കുട്ടിക്ക് വേണ്ടി. അതാണ് നമ്മുടെ വിഷയം. ഒരു കുട്ടിയെ വേണം. വർഷമായി, ഒരുപാട് കാലമായി, വയസ്സൊരുപാടായി. ഇബ്രാഹിം നബിയെ പോലെ മക്കളില്ലാതെ വിഷമിക്കാൻ അദ്ദേഹം ദുആ ചെയ്തു. ആ ദുആ ആണ് സൂറത്തു മറിയമിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സക്കരിയ നബിയുടെ ചരിത്രം. മറിയം സൂറത്ത് തുടങ്ങുന്നത് ആരുടെ ചരിത്രം പറഞ്ഞ? ആരുടെ ചരിത്രം പറഞ്ഞ? സക്കരിയ നബിയുടെ. വീട്ടിൽ പോയിട്ട് ഖുർആനായത്തൊന്ന് നോക്കണം. മറിയം സൂറത്ത് ഇങ്ങനെയല്ലേ? കേട്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാഫ് ഹാ യാ ഐൻ صاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. ബഹുമാനപ്പെട്ടതാകുന്ന സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ വിഭവസമൃദ്ധമാകുന്ന ഫലവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന മഹദിയവറുകളെ കണ്ടുകൊണ്ട് അത്ഭുതം കൂറി ചോദിക്കുകയാണ്, ആരോരും കടന്നു വരാത്ത ഈ സ്ഥലത്തേക്ക് നിനക്കാരാണ് പെണ്ണെ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്നത്? മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹു നൽകിയതാണ്, അല്ലാഹു നൽകിയതാണ്. പടച്ചറബിന്റെ സാന്നിധ്യം അഥവാ മലക്കുകളുടെ സാന്നിധ്യം ഇജാബത്തുള്ള റൂമാണിതെന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ആലി ഇംറാൻ സൂറത്തിലൂടെ അല്ലാഹു പറയുകയാണ്, അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതാ. അല്ലാഹുവേ, പടച്ചറബേ, എനിക്ക് പരിശുദ്ധനായ സാലിഹായ ഒരു പൊന്നുമോനെ നൽകണേ അല്ലാ. സാലിഹായ കുട്ടിയെ താ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തപ്പോ ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ബഹുമാനപ്പെട്ടവർ അവിടെ ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോ, ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ബഹുമാനപ്പെട്ടവരെ വിളിക്കുകയാണ്, യാ സക്കരിയ
ഇന്നാ നുബശ്ശിറുക ബിഗുലാം, അല്ലയോ സക്കരിയ നബിയേ, നാം ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകുകയാണ്, സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ബിഗുലാമിൻ, ഒരു കുട്ടിയെ കൊണ്ടുള്ള സന്തോഷ വാർത്ത. ഇസ്മുഹു യഹ്യാ, ആ പൊന്നുമോന്റെ പേര് യഹ്യ എന്നാണ്. യഹ്യ എന്ന പൊന്നുമോനെ നിനക്ക് നാം നൽകുകയാണ്. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീആ, മുമ്പ് കഴിഞ്ഞു പോയ ഒരാൾക്കും യഹ്യ എന്ന പേര് ഉണ്ടായിരുന്നില്ല. ലോകത്ത് ആദ്യമായി അല്ലാഹു തന്നെ പേര് വെച്ച് നൽകുകയാണ് യഹ്യ എന്ന വിശുദ്ധമായ ഖുർആൻ. തീർന്നില്ല. ഒരു പ്രവാചകൻ അല്ലാഹു നൽകിയെന്ന് മാത്രമല്ല, ആ പ്രവാചകനാകുന്ന യഹ്യ എന്ന പൊന്നുമോനെ അല്ലാഹു സാലിഹീങ്ങളിൽ ചേർത്തില്ലയോ? വസക്കരിയ വയഹ്യ വഈസാ വഇല്യാസ്. സക്കരിയ നബിയും യഹ്യ നബിയും ഈസാ നബിയും ഇല്യാസ് നബിയും ഒക്കെ കുല്ലും മിനസ് സാലിഹീൻ, അവരെല്ലാം സാലിഹീങ്ങളിൽ പെട്ടവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. എനിക്കൊരു സാലിഹായ കുട്ടിയെ താ അല്ലാഹ് എന്ന് പടച്ചറപ്പിനോട് ചോദിച്ചപ്പോൾ അല്ലാഹ് പറയുന്നു യഹ്യ എന്നൊരു മകനെ നൽകുകയാണ്. ആ മകൻ പ്രവാചകനാണ്. ആ മകനെ സാലിഹീങ്ങളിൽ നാം ചേർത്തി തന്നിരിക്കുന്നു. മനസ്സിലാക്കണം. എവിടെ വെച്ച് ദ്വാരുന്നപ്പോ കിട്ടിയതാ? മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിലിരുന്നിട്ട് ദുആ ചെയ്തപ്പോൾ കിട്ടിയതാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ചില സ്ഥലങ്ങൾക്ക് എന്തുണ്ട് ബറക്കത്തുണ്ട്. അവിടെ വെച്ച് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അതിനാണ് നമ്മൾ ചില സ്ഥലങ്ങൾ തേടി പോകുന്നത്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ മക്കയിലെത്തിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ടതായ ആ കല്ലിന്റെ ബാക്കിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കം പറയുന്നുണ്ട് ഇജാബത്ത. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഒക്കെ ഇജാബത്തിന്റെ സ്ഥലങ്ങളാണ്. ഓരോരോ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടത്. സഫ മർവ ഇവിടെയൊക്കെ അവർ കയറിയിട്ടുണ്ട്. ഹാജർ ഉമ്മർ റളിയല്ലാഹു അൻഹ കയറിയിട്ടുണ്ട്. അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ്. അവിടെ എത്തുമ്പോൾ നീ ദുആ ചെയ്തിട്ട് അടുത്ത നടക്കണേ പറയുന്നില്ലേ? കാരണം അവര് ദുആ ഇരുന്നപ്പോൾ ഉത്തരം കിട്ടിയതാ. അങ്ങനെ പടച്ചറബിനോട് ചോദിച്ചപ്പോ സാലിഹായ കുട്ടിയെ വേണമെന്ന് ചോദിച്ചു. അല്ലാഹു സാലിഹായ മകനെ കൊടുത്തു. ആ മകന്റെ പേരാണ് യഹ്യ അലൈഹിസ്സലാം. യഹ്യ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രവാചകന്മാരുടെ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇത്രയും പേരുണ്ടായിട്ടോ ഒറ്റ ഉണ്ട്. മുഹമ്മദ്, ഇബ്രാഹിം നബി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അമ്പിയാക്കളുടെ പേരൊക്കെ ഇന്നില്ല. സുലൈമാൻ, യഹ്യ, മൂസ, ഈസ അതൊക്കെ മുമ്പുണ്ടായിരുന്നു. എന്നൊന്നും ആരും ഇടുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠമായ പേരാണ് ഇടണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, നിങ്ങൾ മനോഹരമായ പേരിടണേ. അഹ്സിനൂ ഇസ്മക്കും, നിങ്ങളുടെ പേര് നിങ്ങൾ നന്നാക്കണേ. ഫഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും. നാളെ പടച്ചറബിന്റെ ദർബാറിൽ മഹ്ശറയിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തുമ്പോൾ കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി അല്ലാഹു വിചാരണ ചെയ്യുമ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിന്റെയും പേര് വെച്ചുകൊണ്ടാണ് മഹ്ശറയിലേക്ക് വിളിക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്നാലിന്ന വ്യക്തിയുടെ മകനെ എന്നാ വിളിക്കാം. വാപ്പാടെ പേരും വിളിക്കും, മകന്റെ പേര് ചേർത്ത് വിളിക്കും. അതുകൊണ്ട് പേരെന്ത് വേണം? നല്ല പേരിടണം. ഇന്ന് ഒരുപാട് ആളുകൾ പേര് വളരെ ശ്രദ്ധിക്കാതെ പോവാൻ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഒരുപാട് ആളുകൾ വാപ്പാടെ 2 അക്ഷരം ഉമ്മാടെ 1 അക്ഷരം എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ലാസ്റ്റത്തെ ഏതെങ്കിലും ഒരു അക്ഷരം എടുത്തിട്ട്. ഉമ്മാടെ പേര് സനൂജ, വാപ്പാടെ പേര് മൂസ. സായി മൂസായും കൂട്ടി സമൂസ. വെറുതെ പറഞ്ഞല്ല, അങ്ങനെയൊക്കെ. ഉമ്മാടെ തുടക്കത്തിലെ സായു എടുത്ത് വാപ്പാടെ മൂസ എന്നുള്ളതിന്റെ 2 അക്ഷരം എടുത്ത് ഇപ്പൊ എന്തായി? സമൂസ. കാരണം ഞാൻ വെറുതെ പറഞ്ഞ അർത്ഥമില്ലാത്ത ഓരോ പേരുകളൊക്കെ ഇടുക, തോന്നിയതുപോലെ പേരിടുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സും കഴിഞ്ഞ് ഒപ്പും കിട്ട് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ പേരും ഒപ്പം മാറ്റാൻ നടക്കുക.
നല്ല അർത്ഥമുള്ള പേരിടണം. വളരെ ശ്രദ്ധിക്കണേ. അത് ഗൂഗിളിനോടല്ല ചോദിക്കേണ്ടത്. ചോദിക്കേണ്ടത് ആരോടാണ്? ഉസ്താദുമാരോട് ചോദിക്കും. ഗൂഗിളിനോട് ചോദിക്കും. ഗൂഗിളിനോട് ചോദിച്ചിട്ട് വഴി തെറ്റിയിട്ട് അങ്ങോട്ടൊക്കെ പോകും. ചക്കരക്കല്ലെന്നും പറഞ്ഞ് അടിച്ചു വെച്ച് ചക്കര പാത്രത്തിലോട്ട് കൊണ്ടുപോകും. അല്ലേ? ഗൂഗിളിനോട് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് വിടൂല. ഉള്ള ഊടുവഴിയും വല്ലവരെയും പറമ്പിൽ കൂടെയൊക്കെ വഴി കാണിച്ചു തരുന്നത്. ഇതിലെ പോയിക്കോന്ന് പറയും. ലാസ്റ്റെത്തുമ്പോൾ ഒരു സോറിയും പറഞ്ഞ് അമ്മച്ചി മിണ്ടായിരിക്കും. നമ്മളാണ് കൂടിയും പോകുന്നത്. അതുകൊണ്ട് ഗൂഗിളിനോട് ചോദിക്കാതെ അതെന്ത് അർത്ഥം ചോദിച്ചാലും നല്ല പേര് അർത്ഥം തരുമോ? മോശമായ അർത്ഥമൊന്നും തരൂല. സാധുമാരോട് ചോദിക്കാത്ത എന്താ? നമ്മൾ മോമിനിയങ്ങൾ എന്താ ഇങ്ങനെ പുറകെ ആകുന്നത്? പണ്ടങ്ങനെയല്ല. ഒരു കച്ചവടം, ഒരു ബിസിനസ്, എന്ത് കാര്യങ്ങളും പള്ളിയിൽ ഉസ്താദുമാരോട് ചോദിക്കും. നല്ല പേരുകൾ നമ്മളോട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് ഇങ്ങനെ സാലിഹാകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, അമ്പിയാക്കൾ മുഴുവനും 25 പേരോളം എന്താണ് പേരുകൾ ഖുർആൻ പറഞ്ഞിട്ട് പറയുന്നു. അമ്പിയാക്കളൊക്കെ ആരാണ്? സാലിഹീങ്ങളാണ്. മാത്രമല്ല സാലിഹാകാൻ വേണ്ടി അമ്പിയാക്കൾ ദുആ ചെയ്തിരുന്നു. അതിന് ഉദാഹരണം പറഞ്ഞു. യൂസുഫ് നബിയും ഇബ്രാഹിം നബിയും ഒക്കെ ദുആ ചെയ്തിരുന്നു. അല്ലാഹുവേ ഞങ്ങളെ സാലിഹീങ്ങൾ ചേർത്ത് മരിപ്പിക്കണേ എന്ന് ദുആയിരുന്നു. അതുകൊണ്ട് നമ്മളും എന്ത് ദുആയിരക്കണം? സാലിഹീങ്ങൾ ചേർക്കണേ എന്ന് എപ്പോഴും സദാസമയം ദുആയിരക്കണം. നമ്മളെയും നമ്മുടെ മക്കളെയും ഭാര്യ സന്താനങ്ങളെയും എല്ലാവരെയും ചേർത്ത് ദുആയിരക്കണം. അല്ലാഹു എന്നെയും എന്റെ മക്കളെയും സന്താന പരമ്പരകളെയും സാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ എന്ന് ദുആയിരക്കണം. എപ്പോഴും അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം. കാരണം എപ്പോഴാണ് ഈമാൻ ഊരിക്കളയെ അറിയില്ല. മാത്രമല്ല മക്കളില്ലാതെ വിഷമിക്കുന്നവർ എങ്ങനെ ചോദിക്കണം? മൂന്നാമത്തത് ചോദിക്കണം, അല്ലാഹുവേ സാലിഹായ സന്താനത്തെ താ അല്ലാ എന്ന് നിത്യമായി ചോദിക്കണം. അങ്ങനെ തന്നെ ചോദിക്കണം, അല്ലാത്ത ചോദിക്കാൻ പാടില്ല. കുട്ടിയെത്താ അല്ലാ എന്നല്ല, എങ്ങനെ ചോദിക്കണം? സാലിഹായ കുട്ടിയെത്താ. അതിനല്ലേ പറഞ്ഞത്? ഇണയെ കിട്ടാതെ വിഷമിക്കുന്നവർ എന്താ ചോദിക്കേണ്ടത്? റബ്ബനാ ഹബ് ലനാ എന്നത് ഏത് ട്യൂഷനാണ് പോയിട്ടുള്ളത്? അവരുടെ പ്രധാന അധ്യാപക ആരാണ്? അവരുടെ ട്യൂഷൻ മാസ്റ്റർ ആരാണ്? എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്? എത്ര മണിക്കാണ് ക്ലാസ് അവസാനിക്കുന്നത്? എന്ന് തുടങ്ങി മകൾ ഉറക്കവും അനക്കവും അടക്കം അവരുടെ ജീവിത ക്രയവിക്രയങ്ങൾ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന മാതാവുണ്ടോ, പിതാവുണ്ടോ? ഈ ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ ഉദ്ദേശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ? അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു തീർത്തു തരുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. നിന്റെ വിഷമങ്ങൾ തീർക്കാൻ അല്ലാഹുണ്ട്, നിന്റെ പ്രയാസങ്ങൾ തീർക്കാൻ അല്ലാഹുണ്ട്. നിനക്കൊരു ദുഃഖവും വരാതെ നിന്നെ പരിപൂർണമായി സംരക്ഷിക്കാൻ അല്ലാഹുണ്ട്. ആ ഒരു വിചാരം മുഅ്മിനെ മുഅ്മിനത്തെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. കാരണം നീ തളർന്നു പോകാൻ പാടില്ല. നീ പരിശുദ്ധ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. നീ നിസ്കാരം മുറപോലെ നിർവഹിക്കുന്നവനാണ്. നീ രാവിലെ ബാങ്ക് മുടങ്ങുമ്പോൾ തന്നെ തഹജ്ജുദിന് വേണ്ടി നേരത്തെ എഴുന്നേറ്റിരുന്നവളാണ്. ഖുർആൻ ഓതുന്ന കുടുംബമാണ്. വിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിയിട്ടുള്ളതായ കുടുംബമാണ്. സുബൈ നമസ്കാരം അവ്വൽ വഖത്തിൽ പള്ളിയിൽ ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചിട്ടുള്ള പുരുഷന്മാരാണ്. വീടിന്റെ അകത്തളങ്ങളിൽ ആദ്യ വഖത്തിൽ തന്നെ നിസ്കരിച്ചിട്ടുള്ള ഉമ്മമാരാണ്. ഖുർആൻ ഓതിക്കൊണ്ട് സുബൈക്ക് ശേഷം നിലകൊണ്ടവരാണ്. റൂഹി ബയാൻ മജ്ലിസിൽ, ആത്മീയ മജ്ലിസുകളിൽ പങ്കെടുത്തുകൊണ്ട് സായുജ്യമണിഞ്ഞവരാണ്. പരിശുദ്ധമായ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നാവുകളെ പടച്ചറപ്പിലേക്ക് തിരിച്ചവരാണ്. അനാവശ്യമാകുന്ന ഫനായും ഫസാദും പറയാതെ പരിപൂർണമായി നാവുകളെ സംരക്ഷിച്ചവരാണ്. കൈകൊണ്ടൊരു ഹറാമു തൊടാത്തവരാണ്. കാലുകൊണ്ടൊരു ഹറാമിലേക്ക് പോകാത്തവരാണ്. ഒരു സിനിമാ തിയേറ്റർ പോലും കാണാത്തതാകുന്ന എത്രയോ ഉപ്പമാരി മജ്ലിസിലുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. എത്രയോ മോശപ്പെട്ട ഫിലിമുകൾ ഈ ലോകത്തുണ്ട്. എത്രയെത്ര അശ്ലീലമായ സിനിമാ പാട്ടുകളുണ്ട്. ഒന്നിനും കാതുകൊടുക്കാതെ, ഒന്നും കാണാതെ, ഒരു അശ്ലീലമായ നോട്ടം ഒരു ചെറുപ്പക്കാരിലേക്ക് നോക്കാതെ, എത്ര വർഷം കഴിഞ്ഞു വന്നാലും തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലാതെ മറ്റൊരാൾക്കും ശരീരം പങ്കിടാതെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയതാകുന്ന ഉമ്മമാരില്ലയോ, സഹോദരിമാരില്ലയോ? 4 വർഷമായി ഭർത്താവ് വന്നിട്ട് 5 വർഷമായി, 10 വർഷമായി, 20 കൊല്ലം കഴിഞ്ഞാലും ഞാൻ എന്റെ ശരീരത്തെ കാത്ത് സംരക്ഷിക്കും. എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി പ്രവാസ ലോകത്ത് പോയി അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവരത്ത് കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഭർത്താവല്ലാത്ത മറ്റൊരുത്തനും ഞാൻ പാവിരിക്കില്ല, മറ്റൊരുത്തന്റെ മുന്നിലും എന്റെ ശരീരം ഞാൻ പങ്കുവെക്കില്ല, മറ്റൊരുത്തന് വേണ്ടി കിടക്ക ഞാൻ പങ്കിടാൻ തയ്യാറല്ല, ഒരാൾക്കും എന്റെ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് കൊടുക്കാൻ ഞാൻ സന്നദ്ധതയുള്ളവളല്ല എന്ന് പരിപൂർണമായി തീരുമാനമെടുത്ത് ഏത് വാതിന് വന്നാലും, ഏത് ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുത്താലും, എവിടെ പോയാലും, ഏത് കല്യാണത്തിന് പോയാലും, ഏത് ബീച്ചിൽ പോയാലും, ഏത് മാളിൽ പോയാലും, ഏത് കടയിൽ പോയാലും ശരീരത്തിന്റെ അവയവങ്ങളെ പരിപൂർണമായി മറച്ചു നടക്കുന്ന, ഔറത്തുകളെ പരിപൂർണമായി മറച്ചു നടക്കുന്ന, പരിപുരുഷന്മാരുമായി ബന്ധമില്ലാത്ത എത്രയോ സഹോദരന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏറ്റെടുക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ഭാര്യതാ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോൾ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തുന്നതായ എത്രയോ സഹോദരങ്ങളുണ്ട്, പ്രവാസികളുണ്ട്, നാട്ടുകാരുണ്ട്, കൂട്ടുകാരുണ്ട്, ഈ സമൂഹത്തിലുണ്ട്, ഈ സമുദായത്തിലുണ്ട്. നഊദു ബില്ലാഹ്. അല്ലാഹു നിന്നെ ഏറ്റെടുക്കുമോ ചെറുപ്പക്കാരാ? എത്രയെത്ര സഹോദരങ്ങളാണ് കള്ള കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്, ലഹരി ഉൽപ്പന്നങ്ങൾക്ക് മുൻപന്തിയിലുള്ളത്. കേവലം ഈ കൊച്ചു കേരളത്തിലേക്ക് തന്നെ 600 കോടി രൂപയുടെ ലഹരി ഉൽപ്പന്നങ്ങളാണ് ഈ കഴിഞ്ഞ 6 മാസക്കാലമായി പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത്. 600 കോടിയുടെ ലഹരി ഉൽപ്പന്നങ്ങൾ. 2584.5 ഗ്രാം അടക്കം കഞ്ചാവ് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു അത്രേ. 68 കിലോഗ്രാം ഹശീഷ് പിടിച്ചെടുത്തു അത്രേ. 32 കിലോഗ്രാം ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ MDMA എന്ന് പറയുന്ന മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എത്രയോ ചെറുപ്പക്കാരിൽ നിന്ന്, സഹോദരിമാരിൽ നിന്ന്, ചെറുപ്പക്കാരികളിൽ നിന്ന് ഈ കൊച്ചു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ പിടിച്ചെടുക്കാത്ത എത്രയോ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിന്റെ മുക്കുമൂലകളിൽ, ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ പോലും വിറ്റഴിക്കപ്പെടുകയാണ്. എത്രയെത്ര ചെറുപ്പക്കാരതിന് അടിച്ചാണ്. കള്ളു കുടിക്കുന്നവരില്ലയോ, ലഹരി ഉൽപ്പന്നങ്ങളില്ലയോ, പാൻപരാഗ് പോലെയുള്ള ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പോലും ചവച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയുടെ പരിശുദ്ധമാക്കപ്പെട്ട അകത്തളങ്ങളിൽ വന്നിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുത്ബ പോലും വീക്ഷിക്കാൻ തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരില്ലയോ, ഡ്രഗ്സിനടിമപ്പെട്ടതാകുന്ന മക്കളില്ലയോ, ചെറിയതാകുന്ന പെൺകുട്ടികൾ പോലും അതിൽ കടന്നു വന്നില്ലയോ? മലബാറുള്ള ഒരു സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാകുന്ന പെൺകുട്ടികൾ പുറകിലത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ ടീച്ചറിന് എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവരെ മുഴുവനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു ബെഞ്ചിലിരിക്കുന്ന മക്കളെ, പെൺകുട്ടികളെ, മുസ്ലിം സഹോദരിമാരെ പരിപൂർണമായി ഒന്ന് പരിശോധിച്ചപ്പോ നഊദു ബില്ലാഹ് അവരുടെ കാലിൽ അണിഞ്ഞിരിക്കുന്ന ഷോക്സ് ഊരി മാറ്റി നോക്കിയപ്പോൾ കാലിന്റെ അടിഭാഗം ബ്ലേഡ് കൊണ്ട് വരിഞ്ഞു മുറുക്കി, ബ്ലേഡ് കൊണ്ട് വരിഞ്ഞിട്ട് കീറി മുറിച്ചിട്ട് അതിനടിയിലേക്ക് മയക്കുമരുന്ന് വെച്ച് രക്തത്തിലൂടെ, സിരകളിലൂടെ തലയിലേക്ക് രക്തോട്ടമുണ്ടാക്കുന്ന ഏതെല്ലാം ബ്രെയിനിനടക്കമുള്ള സ്ഥലങ്ങളുണ്ടോ അവിടേക്കെല്ലാം കൊണ്ടെത്തിക്കുകയാണ് ലഹരിയുടെ കടന്നുകയറ്റം. മക്കള് ഷോക്സ് ഇട്ടിട്ട് അത് നല്ലതുപോലെ ഷൂ ഇട്ടുകൊണ്ട് ക്ലാസ് റൂമിൽ വന്നിരിക്കുന്ന മക്കളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ കൈവശം ആരാണ് ഇത് കൊണ്ടുവന്ന് കൊടുത്തത്? എവിടേക്കാണ് മക്കളുടെ പോക്ക്? പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. കണയന്നൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളോട് എനിക്കൊരു വിദ്വേഷവുമില്ല, ഒരു വെറുപ്പുമില്ല പ്രിയപ്പെട്ട ഉപ്പമാരെ. പക്ഷേ നമ്മുടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ, മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കണേ. അവൾ മദ്രസയിൽ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. പോകാൻ മടി കാണിക്കുന്ന മക്കൾ എന്തുകൊണ്ട് മടി കാണിക്കുന്നു എന്ന വിഷയത്തിൽ ജാഗരൂകരാകണേ. 12ാം തരം വരെ മദ്രസയിൽ പഠിച്ചാൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ടുള്ള ജീവിതം മക്കളിൽ ഉണ്ടോ എന്ന് പ്രത്യേകമായി ഒന്ന് ഗൗരവമായി ചിന്തിക്കണേ. ഇന്ന് ക്യാമ്പസുകൾ മുഴുവനും അശ്ലീലതകൾ നിറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. എന്തിനേറെ പറയുന്നു, ക്യാമ്പസുകളിൽ നിന്ന് പഠിക്കപ്പെടുന്ന അശ്ലീലതകൾ കൊണ്ടുവന്ന് വിളമ്പുന്നത് അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിലാണ്. ഇമാം മിമ്പറിൽ നിന്നുകൊണ്ട് ഇത്തഖുല്ലാഹ്,
അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടണേ എന്ന് വാഴ്ന്ന് പറയുമ്പോ, ഉപദേശം നിർദ്ദേശങ്ങൾ നൽകുമ്പോ, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ, അതേ പള്ളിയുടെ രണ്ടാമത്തെ നിലയിൽ നിന്നുകൊണ്ട് തന്റെ കൂട്ടുകാരെ മുഖേന ടെലഗ്രാമിലൂടെ അശ്ലീലമാക്കപ്പെട്ട സിനിമാ പോസ്റ്ററുകൾ, സിനിമാ ഗാനങ്ങൾ, സിനിമകൾ ഡൗൺലോഡ് ചെയ്യുന്ന തിരക്കിലാണ്, അയച്ചു കൊടുക്കുന്ന തിരക്കുകളിലാണ്. എക്സെൻഡർ മുഖേന, ടെലഗ്രാം മുഖേന മിനിറ്റുകൾക്കകം ഖുത്ബ നടക്കുന്ന സന്ദർഭത്തിൽ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ സെൻഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. താഴെ മെമ്പറിൽ നിന്നുകൊണ്ട് പടച്ചറബിനെ ഭയപ്പെടണേ എന്ന് പറയുമ്പോൾ, മുഅ്മിനായ സാലിഹത്താകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സാലിഹീങ്ങളാകുന്ന മാതാപിതാക്കളുടെ മക്കള് ഇതാ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കള്ളിനടിമപ്പെട്ടവനാണ്, അവൻ ലഹരിക്കടിമപ്പെട്ടവനാണ്, അവൻ സിനിമ കാണാൻ മുൻപന്തിയിലുള്ളവനാണ്, അവൾ സീരിനടിമപ്പെട്ടതാകുന്ന ആളുകളാണ്. എവിടെയാണ് പിഴച്ചത്? ആർക്കാണ് പിഴച്ചത്? പരിശുദ്ധമായ ദീൻ മക്കളെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ പഠിപ്പിക്കുന്നതനുസരിച്ചുള്ള ജീവിതങ്ങൾ നമ്മുടെ വീടുകളിൽ കിട്ടുന്നില്ല. വീടുകളിൽ ഇബാദത്തുകൾ പ്രാക്ടിക്കലല്ല. അവിടെയാണ് പ്രശ്നം. എവിടെയാ പിഴച്ചുപോയത്? പള്ളിയിൽ നിന്നും മദ്രസയിൽ നിന്നുമൊക്കെ ദീനീ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുകയാണ്. വദൂഇന്റെ ഷർത്ത്, ഫർദ്, കുളിയുടെ ഫർദ്, ഷർത്ത് ഒക്കെ പഠിപ്പിച്ചു വിടുന്നുണ്ട്. ഭക്ഷണം കഴിക്കേണ്ട മര്യാദകൾ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വീട്ടിൽ വരുമ്പോ വാപ്പായും ഉമ്മായും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഇന്നുവരെ മക്കൾ കണ്ടിട്ടില്ല. ഒരു കീരിയും പാമ്പും പോലെയാണ്. വീട്ടിൽ കിടന്ന് ഒച്ചയും ബഹള. ഉമ്മാക്ക് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ചോറും കറിയും കിട്ടുക. കറിക്കകത്ത് വല്ല കഷ്ണം ഉണ്ടെങ്കിലായി. മൂത്ത മോനുണ്ട്, വല്ല ചിക്കൻ കാലെല്ലാം കടിച്ചു തീർത്തു, എല്ലാം കഴിഞ്ഞു. വേറെ ഒരുത്തനുണ്ടായിരുന്നു, അവൻ വന്നിട്ട് എന്ത് ചെയ്യും? അവൻ ഇതൊന്നും പോരാ, വേറെ സാധനങ്ങൾ വേണം. കുഴിമന്തിയുടെ ആളാണ്, അവിടെ കിടന്ന് ഒച്ചയിടുന്നു. അങ്ങനത്തെ ഒരു അവനെന്തായി? അവൻ അടുത്ത ഫുഡ് വേണം, വേറെ ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് മിച്ചം വല്ല ഉണ്ടോ? വാപ്പ ഇതെല്ലാം കഴിയുമ്പോ ചില വാപ്പന്മാരുണ്ട്, ചിക്കൻ വാങ്ങിച്ചു കൊടുത്താലും കാലിൽ ലെഗ് പീസ് നമുക്ക് വെച്ചേക്കണം എന്ന് പ്രത്യേകം പറയും. പുതിയാപ്പിളയാണ് ഇപ്പോഴും. ആയിക്കോട്ടെ, എല്ലാരും അല്ല. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അതൊന്നുമില്ല, മക്കൾക്ക് വേണ്ടിയാണ് വാപ്പായുമായി ജീവിക്കുന്നത്, അല്ലേ? എന്നെ കൊള്ളാം. മക്കള് കഴിച്ചിട്ട് മതി വാപ്പാക്കും ഉമ്മാക്കും. പക്ഷെ ഒരുമിച്ചിരുന്നു കൊണ്ട് കഴിക്കുന്ന ഒരു ശീലം ഈ ഉമ്മത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ വരണം. അതുകൊണ്ട് തന്നെ ബിസ്മി ചൊല്ലൽ വളരെ കുറവാണ് ഇന്നത്തെ മക്കളിൽ. ശരിയല്ലേ? ശ്രദ്ധിച്ചു നോക്ക്, ഉമ്മ ഒന്ന് ശ്രദ്ധിച്ചോ, നാളെ ഒന്ന് ശ്രദ്ധിക്കും. മക്കളിങ്ങനെ വാരി വരച്ച് തിന്നാണ്, ഉരുണ്ടുരുണ്ട് തടിച്ചുരുണ്ട് നല്ല സൈസായിട്ട് വരുന്നുണ്ട്. ഒരു പ്രയോജനമില്ല. കരിക്കാൻ പറയുമ്പോഴത്തേക്ക് മോന്ത കാണിച്ചിട്ട് ഒറ്റ ഓട്ടം കരിക്കത്തില്ല. കഴിക്കാൻ വിളിക്കുമ്പോ ഫ്രണ്ടിലോട്ട്, അവല് സഫിൽ വന്നിരിക്കും. കരിക്കാൻ പറയുമ്പോ പുറകോട്ട്. അങ്ങനത്തെ മക്കളാ നമുക്കുള്ളത്. അള്ളാഹു മക്കളെ സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ശരിയല്ലേ? ഫുഡ് കഴിക്കാൻ വിളിക്കാണ് ഭയങ്കര ഇഷ്ടമാണ്. വളരെ റാഹത്ത്. 2 തവി ചോറും കൂടെ കൂടുതലിട്ട്. ഇതെന്താ പോവാണ്? എല്ലാവരും പോവാണ്. ദേവന്മാരും പോവാന്ന്, ഉസ്താദിന്റെ പുറകെ അവരെല്ലാം പോവാ. എഴുന്നേറ്റപ്പോ ഞാനും പോവാ. ശരിയല്ലേ? എന്ത് പറ്റിപ്പോയി? എന്താണ്, എവിടെയാണ് നമുക്ക് സംഭവിച്ചത്? പിഴവ് എവിടെ സംഭവിച്ചു? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മദ്രസയിൽ നിന്ന് എല്ലാ തിയറികളും പഠിക്കുന്നുണ്ട്. നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള എല്ലാ തിയറികളും ഉണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കൽ എവിടുന്നാ വരേണ്ടത്? വീട്ടിലാ വരേണ്ടത്. വീട്ടിലത് ഇല്ലാതായി. വീട്ടിലതിലില്ല. 2205 സ്വിഫ്റ്റ് കാർ ഒന്ന് മാറ്റി കൊടുക്കണം. 2205 നിങ്ങളുടെ വണ്ടിയാണ്. അതിന് ആ പേരും പറഞ്ഞു നോക്കും. മുങ്ങാണ്. എങ്ങനെയെങ്കിലും ഒന്ന് അനൗൺസ് ചെയ്യാൻ നമ്മുടെ വണ്ടിയാണ്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണേ, നിർത്താനാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടോ. സമയം ഒരുപാട് നിർത്തിയേക്കുന്ന ആൾക്കാർക്ക് മടുപ്പാണ്. ശരിയാണ്, എനിക്കും പോകണം. അള്ളാഹു നമുക്കൊക്കെ ബറക്കത്ത് ചൊരിയട്ടെ. ക്ഷീണമായില്ലേ? നാളെ നമ്മൾ സ്കൂളിലൊക്കെ എത്ര മണിക്കൂറാ പീരീഡ്? മാക്സിമം 1 മണിക്കൂർ അല്ലേ? സ്കൂളിൽ പോയിട്ടില്ലേ? അനങ്ങുന്നില്ല. ശരിയല്ലേ?
എന്താ കാരണം? 1 മണിക്കൂറേ ഒരു ടീച്ചറിനെ വെക്കുള്ളൂ. അത് കഴിയുമ്പോൾ ആ ടീച്ചർ ബെല്ലടിക്കും, അടുത്ത ആള് വരും. ശരിയല്ലേ? 1 മണിക്കൂർ വിടാം, ഭയങ്കര ഇതായിരിക്കും. യാസീൻ ഓതിയ ടൈമിൽ ഒരു വ്യക്തി പറഞ്ഞു വിടും. അങ്ങനെ ആ ടീച്ചർ പോയി ബയോളജി അടിച്ചുകൊണ്ടത് ടീച്ചറാണ്. അവർ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കയറി വരിക. കാരണം എന്താ, അടുത്ത സബ്ജക്ട് എടുക്കേണ്ട ടീച്ചർ ഇന്ന് ലീവാണെന്ന് പറഞ്ഞ് അവർ വന്നാലുള്ള മാനസികാവസ്ഥ എന്ന് ആലോചിച്ചു. ഇവരെ ഒരു വിധത്തിൽ യാസീൻ ഓതി ഇറക്കി വിട്ടു. ഈ ഹത്ത് ഓതണം, എന്നാലേ ഇനി ഇവർ പോകും. അങ്ങനത്തെ അനുഭവം ഉള്ളവരൊന്ന് കൈ ഉയർത്തിക്കും. അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. പകുതി ഉയർത്തി ആചാര്യ, എന്നിട്ട് പിന്നെ അതൊക്കെ കോളറൊന്ന് പിടിച്ചിട്ട് താത്തി. ശരിയല്ലേ? എന്നാ സ്കൂളിൽ പോയിട്ടില്ല, ഉണ്ടായിട്ടില്ല. കാരണം എന്താ അങ്ങനെ? അത് കറക്റ്റാണ്, സൈക്കോളജിയാണ്. 1 മണിക്കൂറിനപ്പുറത്തേക്ക് ആളുകളെ പിടിച്ചിരുത്താൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് പഠിക്കാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികളെ പോലും മാക്സിമം 1 മണിക്കൂറാണ് അവരുടെ സമയം. അത് കഴിയുമ്പോൾ ബ്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റും. പിന്നെ അവർ ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു, ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുന്നേറ്റ്. പിന്നെ നിങ്ങൾ ഈ 2-2.5 മണിക്കൂറൊക്കെ ഇരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസം. ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി. വേഗം നിർത്താൻ. അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സാലിഹാവുക എന്ന് പറയുന്നത്. സാലിഹീങ്ങളായി കിട്ടുക എന്ന് പറയുന്നത് വലിയ നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സാലിഹീങ്ങളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഞാൻ നീട്ടുന്നില്ല. ഇനിയിപ്പോൾ വീണ്ടും വീണ്ടും പ്രസംഗത്തിലേക്ക് പോയി സമയം ഒരുപാട് പോകും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അപ്പൊ മദ്രസ വിദ്യാഭ്യാസം അനിവാര്യമായിട്ട് കൊടുക്കണം. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ നടന്ന ഒരു അപകടം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ? അല്ലേ? ചെറുപ്പക്കാരനായ ഒരു വ്യക്തി എന്ത് ചെയ്തു? കൊല ചെയ്തു. അദ്ദേഹത്തിന്റെ മകളുമായിട്ടുള്ളതാകുന്ന ബന്ധമാകണം അതിന് കാരണം. മകളെ വിളിച്ചിട്ട് കതക് തുറന്നിട്ടുണ്ടാവണം, അല്ലാതെ ഒരിക്കലും അയാൾ പെരയ്ക്കകത്ത് വരൂലല്ലോ. 4 മണി സമയത്ത് ആരും വിളിക്കാതെ എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ, അന്യ ചെറുപ്പക്കാരൻ അവൻ പെരയ്ക്കകത്ത് വരിക? അത് മനസ്സിലാക്കണം. 4 മണി സമയത്തെ തന്റെ മകളുടെ റൂമിൽ ഒരാളെ കണ്ടപ്പോൾ ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ കതക് മുട്ടി, കതക് കുത്തി തുറന്നു. അങ്ങനെ ഇവനെ ഞാൻ കള്ളനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കത്തിയെടുത്ത് കുത്തിയതാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. നേരെ അദ്ദേഹം പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുകയും ചെയ്തു. ചെറുപ്പക്കാരനെ കുത്തിക്കൊന്നു. പക്ഷെ ന്യൂസും മറ്റും ഇതൊക്കെ വരുന്നത് എന്താണ്? അവിഹിത ബന്ധങ്ങളാണ്, മറ്റാണ്, കണക്ഷനാണെന്നൊക്കെ പറയുന്നത്. ഏതുമായിക്കോട്ടെ, ഞാൻ പറയുന്നത് കാലഘട്ടം എവിടെ എത്തിപ്പോയി, സമൂഹം എവിടെ എത്തിപ്പോയി. ദൂരവ്യാപകമാകുന്ന വലിയ വിപത്തുകൾ നമുക്ക് വന്ന് പിണയും. നമ്മൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. മദ്രസയിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന സർവ്വകാര്യങ്ങളും വീട്ടിൽ കറക്റ്റായിട്ട് പ്രാക്ടിക്കൽ ആവണം. അതാണ് വേണ്ടത്. ഈ മദ്രസ എന്ന് പറയുന്നത് ഇവിടെ തിയറി പഠിപ്പിക്കുകയാണ്. ഇവിടെ ഒളുവിന്റെ ഷർത്തും ഫറളും നിസ്കാരവും മറ്റു ഇബാദത്തുകളൊക്കെ പഠിപ്പിച്ചിട്ട് വിടും. വീട്ടിൽ വാപ്പയും ഉമ്മയും കറക്റ്റായി ഭക്ഷണം കഴിക്കുന്നില്ല. കഴിക്കുന്നത് തന്നെ ഇടത് കൈ കൊണ്ടാണ്. വീട്ടിൽ വരുമ്പോൾ ഉമ്മ പറയാം, മോളൊരു കല്യാണമുണ്ട്, നമുക്ക് പോകണമെന്ന് പറഞ്ഞു കല്യാണത്തിന് പോയി. ആ കല്യാണത്തിന് പോയി കഴിക്കുന്നത്, ഉമ്മ കഴിക്കുന്നത് ബൊഫയാണ്. ഉസ്താദ് രാവിലെ പഠിപ്പിച്ചത് എന്താണ്? നിന്ന് കഴിക്കരുത്, കുടിക്കരുത് എന്നാണ്. പക്ഷെ വീട്ടിലുള്ളതാകുന്ന സംസ്കാരം ഈ രീതിക്കാണ്, സംസ്കാര ശൂന്യമാണ്. അപ്പൊ പിന്നെ എങ്ങനെ കുട്ടികൾ സാലിഹ്യങ്ങളാവും? പ്രാക്ടിക്കൽ ആവേണ്ടത് എവിടുന്നാണ്? വീടുകളിൽ. വീട്ടിലുള്ള സഹോദരിമാർ അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒരാളോടും ആവശ്യമില്ലാത്ത ഫനായി ഫസാദ് പറയരുതെന്ന് ഉസ്താദുമാർ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചിടുക. വീട്ടിൽ വരും ഉമ്മ അയൽവക്കത്തെ പെണ്ണുങ്ങളെ കുറിച്ച് കലപില വർത്താനം പറയാം. ഇത് തന്നെ ഇവർക്ക് നാട്ടുകാരെ കുറിച്ച്, അവരെ കുറിച്ച്, ഇവരെ കുറിച്ചൊക്കെ ഉള്ളത് മകളോട് ഇങ്ങനെ ഊതി വിടുക. ഇവൾ വളർന്നൊരു 18 വയസ്സ് 20 വയസ്സാവുമ്പോഴത്തേക്കും നല്ല വർത്താനം പറയുന്നവളാണ്. അതുകൊണ്ട് തന്നെയാണ് 10 വയസ്സെത്തിയ കുട്ടി പിന്നെ എന്നോട് ഇങ്ങോട്ട് ചൂടാകുന്നു എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് പേര് സഹോദരിമാര് വിഷമം പറയുന്ന സഹോദരിമാരുടെ വിളിക്കാറുണ്ട്. എന്താ കാര്യം? ഈ ഉമ്മ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ ഫന പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തിരിക്കുക. ഇവൾക്ക് കിട്ടിയിരിക്കുക ക്ലാസ് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നാത്തുമാരുടെ മറ്റുള്ളവരുടെ നിന്നൊക്കെ ഇവർക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതം, വാപ്പയും ഉമ്മയും മക്കൾക്ക് റോൾ മോഡലാകണം. വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെ വിളിച്ചുകൊണ്ട് പോകണം. നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും, സുബൈ നിസ്കാരത്തിന്റെ മഹത്വമൊക്കെ പഠിച്ച ഈ മകൻ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ സുബൈ നിസ്കരിക്കാതെ പോത്തുപോലെ കടന്ന് ഉറങ്ങുന്ന വാപ്പയാണ് ഇവൻ കാണുക. പിന്നെ വരുന്ന നിസ്കാരത്തിന്റെ എന്താ മഹത്വം? വാപ്പ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെ കൂട്ടിക്കൊണ്ട് പോകണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്, പ്രാക്ടിക്കൽ ആകണം. എങ്കിലേ നമ്മുടെ മക്കൾ വിജയിക്കുള്ളൂ.
നമ്മൾ ചിന്തിക്കണം. എന്റെ മകൻ കാണുന്നുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കടിക്കുമ്പോൾ മനസ്സിലാക്കണം, എന്റെ ചെറിയ മക്കൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്, അവർ ചെറിയ കുട്ടികളെ കണ്ടോട്ടെ എന്ന് കരുതിക്കൊണ്ട് അവിടെ വാൾപ്പയറ്റ് നടത്താൻ പാടില്ല. ആ മക്കളുടെ ജീവിതം നന്നാകണമെന്ന് കരുതിയിട്ട് നീ ഒതുങ്ങിക്കൂടണം, അവൾ ഒതുങ്ങിക്കൂടണം, രണ്ടുപേരും ഒതുങ്ങണം, മാന്യമായ ജീവിതം അവർക്ക് കാഴ്ചവെക്കണം. അപ്പോഴേ മക്കൾ സ്വാലിഹീങ്ങളാകുന്ന പദത്തിലേക്ക് ഉയരുകയുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പ്രവർത്തനവും വേണം, പ്രാർത്ഥനയും വേണം. സ്വാലിഹാതെ പ്രാർത്ഥന ചെയ്തത് അമ്പിയാക്കൾ ചെയ്തു, അതേപോലെ പ്രാർത്ഥിക്കണം, സ്വാലിഹാക്കളെ എന്ന് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് പ്രവർത്തനവും വേണം. നമ്മൾ സ്വാലിഹീങ്ങളാകാൻ വേണ്ടി യത്നിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സലാത്ത് ഉറക്കെ ചൊല്ലിക്കുക, സല്ലല്ലാഹു അലാ മുഹമ്മദ്.